സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാഗവതം ദശമസ്കന്ധത്തിലെ അധ്യായം 6 പൂതന മോക്ഷമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംസന്റെ നിർദ്ദേശപ്രകാരം പൂതന ഗോകുലത്തിലെത്തുന്നു. ഒരു നല്ല സുന്ദരിയായിട്ടാണ് അവിടെ എത്തുന്നത്. എല്ലാവരെയും ആകർഷിക്കത്തക്ക വൈഭവം അവൾക്കുണ്ട്. അവൾ ഭഗവാനെ എടുത്ത് മടിയിൽ വെച്ച് മുലയൂട്ടുന്നു. അപ്പോൾ വിഷം പുരട്ടിയ ആ സ്ഥാനത്തിൽ നിന്ന് ഭഗവാൻ പാല് മാത്രമല്ല കുടിച്ചത്, അതിനോടൊപ്പം അവളുടെ പ്രാണനും കൂടെ വലിച്ചെടുത്തു. അങ്ങനെ അവൾ ചത്തു. ഒരു വലിയ മല എങ്ങനെ മറിഞ്ഞു വീഴുവോ അതുപോലെയാണ് അവളുടെ ശരീരം. 6 വെളിപ്പാടകലെ ദൂരത്തിൽ ഉള്ള വൃക്ഷങ്ങളെല്ലാം തകർത്തുകൊണ്ട് വീണു. അവളുടെ രാക്ഷസീയ രൂപം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ വിവരിക്കുന്നത്. അവളുടെ ആ രാക്ഷസീയ രൂപവും അലർച്ചയും കേട്ട് ഗോപികമാരും വളരെയധികം ഭയപ്പെട്ടു. ഗോപികമാർ വന്ന് അവളുടെ നെഞ്ചിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ വാരിയെടുക്കുന്നു. എന്നിട്ട് ഭൂത പ്രേത പിശാചുക്കളുടെ ഉപദ്രവം ബാധിക്കാതിരിക്കാൻ ഗോപികകൾ കവചമന്ത്രങ്ങൾ കൊണ്ട് ഭഗവാനെ ഒഴിയുന്നു. അതില് 20 മുതൽ 29 വരെ കവചമന്ത്രങ്ങളാണ്. ഇതെന്നും സന്ധ്യയ്ക്ക് ജപിക്കുന്നത് നല്ലതാണ്. പ്രേത പിശാചുക്കളുടെ ബാധയൊന്നും കുട്ടികൾക്ക് ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഷഷ്ഠോധ്യായഃ. ശ്ലോകങ്ങൾ 15, 16, 17 ഒന്നിച്ച് വായിക്കാം. അതായത് മരിച്ചു കിടക്കുന്ന ഭൂതനയുടെ ആ രാക്ഷസീയ രൂപം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ 3 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. 15 മുതൽ 17 വരെ. ഈശാമാത്രോഗ്രദ്രംഷ്ടാസ്യം ഗിരികന്ധരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമൂർധജം അന്ധകൂപഗഭീരാക്ഷം പുളിനാരോഹഭീഷണം ബദ്ധസേതു കുജോർവഘ്രീ ശൂന്യതോയ ഹൃദോദരം സംത്രസ്സുസ്മ തദ്വീക്ഷ്യ ഗോപാഗോപ്യ കളേവരം പൂർവം തു തൻ നിസ്വനീത ഭിന്നഹൃത് കർണമസ്തകാഃ. പദച്ഛേദം. ഈശാ മാത്ര ഉഗ്ര ദ്രംഷ്ട്രാസ്യം ഗിരികന്ധര നാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണ അരുണ മൂർധജം അന്ധകൂപ ഗഭീര അക്ഷം പുളിന ആരോഹ ഭീഷണം ബദ്ധ സേതു കുജഹ ഉർവ അംഘ്രി ഊരു അംഘ്രി അതാണ് ഉർവ അംഘ്രി ശൂന്യതോയ ഹൃദ ഉദരം സംത്രസുഹു സ്മ തദ്വീക്ഷ്യ ഗോപ്യഃ കളേവരം പൂർവം തത് നിസ്വനിത ഭിന്ന ഹൃത് കർണ മസ്തകാഃ. അപ്പോൾ മരിച്ചു വീണ ആ ഭൂതനയുടെ രാക്ഷസീയ രൂപമാണ് ഇവിടെ വർണ്ണിക്കുന്നത്.
ഈഷാ മാത്ര ഉഗ്രദ്രംഷ്ടാസ്യം, നീണ്ട ഭയങ്കരങ്ങളായ ദ്രംഷ്ടയുള്ള മുഖത്തോടും ഗിരികന്ധര നാസികം, പർവ്വത ഗുഹ പോലുള്ള മൂക്കിൻ ദ്വാരങ്ങൾ. മൂക്കിന്റെ ദ്വാരം കണ്ടാൽ പർവ്വതത്തിന്റെ ഗുഹ പോലെ തോന്നും. ഗണ്ഡശൈല സ്തനം, സ്തനങ്ങളാണെങ്കിലോ ആ പർവ്വതങ്ങളുടെ വലിയ പാറകൾ പോലെ ഇരിക്കും. പ്രകീർണ അരുണ ഊർധജം, ചിതറിയ രക്ത നിറമുള്ള തലമുടികൾ, ചമ്പിച്ച തലമുടി. അന്ധകൂപ ഗഭീരാക്ഷ, അന്ധകൂപം പൊട്ടക്കിണർ പോലെ ആഴമുള്ള കണ്ണുകൾ. പുളിനാരോഹ ഭീഷണ, മണൽ തിട്ട പോലെ പൊങ്ങിയിരിക്കുന്ന അടിവയർ. അതാ കാണുമ്പോൾ ഭയങ്കരമായിട്ടിരിക്കും. ബത്ത സേതു പുജോ ഉർവി അങ്ക്രി, അണ കെട്ടിയതുപോലെയാണ് നീണ്ടു കിടക്കുന്ന കൈകൾ, തുടകൾ, കാലുകൾ. ഇവകളോടും ശൂന്യതോയ ഹൃദോ ഉദരം, വെള്ളം പറ്റിയ വലിയ ഹൃദം പോലെ ഉള്ള വയറ്. തത് രൗദ്രം കളയപരം, അങ്ങനെ ആ ഘോരമായ രൂപത്തെ കണ്ടിട്ട് വലിയ ഒരു മര കിടക്കുമ്പോൾ പോലെയാണ് കിടക്കുന്നത്. ഗോപന്മാരും ഗോപ്യാഹ, ഗോപികളും സംത്രസു നന്നേ ഭയപ്പെട്ടു. പൂർവന്തു, ഇതിനു മുമ്പിലാകട്ടെ, തൻ നിസ്വനിത ഭിന്നഹൃത് കർണമസ്തക, അവളുടെ ശബ്ദത്താൽ ഭേദിക്കപ്പെട്ട ഹൃദയത്തോടും കർണങ്ങളോടും മസ്തകങ്ങളോടും കൂടിയവരായിരുന്നു. അപ്പോൾ ഇവളുടെ ആ അലർച്ച, ഭഗവാൻ പ്രാണൻ വലിച്ചെടുത്തപ്പോഴുള്ള അലർച്ച, അത് കർണങ്ങളെയൊക്കെ തുളയ്ക്കുന്നതായിരുന്നു. ഞാൻ ഭയങ്കര രൂപം. ഇതെല്ലാം കണ്ട് ഗോപന്മാരും ഗോപികളും പേടിച്ചുപോയി. നേരത്തെ കണ്ട മോഹിനി രൂപമാണ്, പക്ഷെ ഇപ്പം കാണുന്നതോ ഭയാനകമായ രൂപം. ശ്ലോകം 18 ഒന്നുകൂടെ, 18 ഭാഗം 18 15 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങൾ. ഈഷാ മാത്രോഗ്രദ്രംഷ്ടാസ്യം ഗിരികന്ധരനാസികം ഗണ്ഡശൈലസ്തനം രൗദ്രം പ്രകീർണാരുണമൂർധജം അന്ധഗോപഗഭീരാക്ഷം പുളിനാരോഹ ഭീഷണം ബദ്ധസേതു പുജോർവ്യംഘ്രി ശൂന്യതോയ ഹൃദോദരം സംതത്രസൂസ്മ തദ്വീക്ഷ്യ ഗോപ്യകളയപരം പൂർവം തു തദ് നിസ്വനിത ഭിന്നഹൃത് കർണമസ്തകാഹ. അടുത്തത് ശ്ലോകം 18. ബാലം ച തസ്യാ ഉരസി ക്രീഡന്തം മകുതോ ഭയം ഗോപ്യസ്തൂർണം സമാഭേദ്യ ജഘ്രുഹുർ ജാത സംഭ്രമാഹ. പദച്ഛേദം. ബാലം ച തസ്യ ഉരസി ക്രീഡന്തം അകുതോ ഭയം ഗോപ്യഃ തൂർണം സമഭേദ്യ ജഗൃഹുഹു ജാത സംഭ്രമാഹ. തസ്യാഹ അവളുടെ ഉരസി മാറിടത്തിൽ അകുതോ ഭയം പേടി കൂടാതെ, അവള് മല പോലെ ഇങ്ങനെ കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. അവളുടെ മാറിടത്തിൽ ആരിയ്ക്കുന്നു? അകുതോ ഭയം പേടി കൂടാതെ ക്രീഡന്തം കളിക്കുന്ന ബാലം. ബാലനെയാണ് ഗോപികമാർ കണ്ടത്. ഗോപ്യഹ ഗോപികൾ കണ്ടിട്ട് തൂർണം സമഭേദ്യ വേഗം വന്ന് കുഞ്ഞിനെ എടുത്തു. ജാതസംഭ്രമം ബദ്ധപ്പാടോടുകൂടി ജഗൃഹു എടുത്തു. അപ്പോൾ എല്ലാവരും സ്തംഭിച്ചങ്ങ് നിൽക്കുകയാണ്. ഇവളുടെ രൂപവും ആ ശബ്ദവും എല്ലാം കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ്. യശോദയും രോഹിണിക്കും
അവിടെ നിന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഗോപികൾ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് അവളുടെ ആ മാറത്ത് കിടന്ന് കളിക്കുന്ന കുഞ്ഞിനെ പെട്ടെന്ന് എടുത്തു. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? അവര് ഭൂത പ്രേത പിശാചാദികളുടെ ബാധകൾ ഇല്ലാതിരിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ ചെയ്യുകയാണ്. ശ്ലോകം 18 ഒന്നുകൂടെ വായിക്കാം. ബാലം ച തസ്യ ഉരസി ക്രീഡന്തം അകുതോഭയം ഗോപ്യസ്തൂർണം സമഭേത്യ ജിഹ്രുഹുർജാത സംഭ്രമാഃ. ശ്ലോകം 19. യശോദാരോഹിണീഭ്യാം ദാ സമം ബാലസ്യ സർവദഃ രക്ഷാം വിദധിരേ സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭിः. പദച്ഛേദം. യശോദ രോഹിണീഭ്യാം താഃ സമം ബാലസ്യ സർവദഃ രക്ഷാം വിദധിരേ സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭിः. കുഞ്ഞിന് ദോഷമൊന്നും വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. താഹ യശോദ രോഹിണിഭ്യാം സമം. യശോദയോടും രോഹിണിയോടും ചേർന്ന് ബാലസ്യ കുട്ടിക്ക് സർവത എല്ലാ ദിക്കിലും ഗോ പുച്ഛ ഭ്രമണാദിഭി പശുവിൻ പാൽ കൊണ്ടൊഴിയുക. അപ്പൊ അവര് വേറെ കുട്ടിക്ക് ദോഷം വരാതിരിക്കാൻ എന്ത് ചെയ്യും? പശുവിന്റെ പാലെടുത്ത് കുട്ടി ഇങ്ങനെ ഒഴുകി മുതലായ ക്രിയകൾ ചെയ്തു. അപ്പൊ അവര് ഗോകുലത്തിൽ ഇങ്ങനെയാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മുടെ ഇടയിലും ചില ഇതുപോലെയുള്ള ആചാരങ്ങളുണ്ടല്ലേ, കുട്ടികൾക്ക് ദോഷം വരാതിരിക്കാനുള്ള വേലകൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പശുവിന്റെ പാലുകൾ എടുത്ത് കുട്ടിയെ ഒഴിഞ്ഞു. സമ്മി നന്നായിട്ട് രക്ഷയെ വിധതരിതേ രക്ഷയെ ചെയ്തു. കുട്ടിക്ക് ഇനി ഒരു ദോഷവും വരാതിരിക്കണം എന്ന് വിചാരിച്ച് അതാരാണ് ചെയ്തത്? ഗോപികമാർ. കാരണം എന്താണ്? യശോദയൊക്കെ സ്തംഭിച്ചവിടെ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ആപത്ഘട്ടം വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒന്നും ചെയ്യാൻ പറ്റൂല. കണ്ടുകൊണ്ട് നിൽക്കുന്നവരാണ് പെട്ടെന്ന് ചെയ്യുന്നത്. അതുപോലെ യശോദ അങ്ങനെ നിന്നപ്പോൾ ഗോപികമാരാണ് ഇതൊക്കെ ചെയ്തത്. ശ്ലോകം 19. യശോദാരോഹിണീഭ്യാം താ സമം ബാലസ്യ സർവദാ രക്ഷാം വിദധിരേ സമ്യക് ഗോപുച്ഛ ഭ്രമണാദിഭിः. ശ്ലോകം 20. ഗോമൂത്രേണ സ്നാപയിത്വാ പുനർഗോരജസാർഭകം രക്ഷാം ചക്രുശ്ച ശകൃതാ ദ്വാദശാംഗേഷു നാമഭിः. പദച്ഛേദം. ഗോമൂത്രേണ സ്നാപയിത്വാ പുനഃ ഗോരജസ അർഭകം രക്ഷാം ചക്രുഹു ച ശകൃതാ ദ്വാദശ അംഗേഷു നാമഭി. അപ്പൊ അവരെ എന്ത് ചെയ്തു? രക്ഷാപ്രവർത്തനങ്ങൾ, കുട്ടിക്ക് മറ്റ് ദോഷങ്ങളൊന്നും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അർഭകം, കുട്ടിയെ ഗോമൂത്രേണ ഗോമൂത്രം കൊണ്ടും പുനഃ പിന്നെയോ ഗോരജസ പശുക്കളിൽ നിന്ന് പുറപ്പെടുന്ന പൊടി, അതായത് പശുക്കൾ പോകുമ്പോൾ കുളമ്പിൽ നിന്ന് പൊടികൾ പോകുമല്ല, ആ പൊടി കൊണ്ടും സ്നാപയിത്വ സ്നാനം ചെയ്യിപ്പിച്ചിട്ട് ശകൃത ചാണകം കൊണ്ട് ദ്വാദശ അംഗേഷു 12 സ്ഥാനങ്ങളിൽ നാമഭി ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് രക്ഷയെ ചക്രഹു ചെയ്തു. ഭഗവാന്റെ 12 നാമങ്ങൾ കൊണ്ട് ശരീരത്തിന്റെ 12 ഭാഗങ്ങളിൽ രക്ഷ ചെയ്തു. ആദ്യം ഗോമൂത്രം കൊണ്ടും പിന്നെ പശുക്കളുടെ കുളമ്പിന്റെ അടിയിൽ നിന്ന് വരുന്ന പൊടി കൊണ്ടും കുട്ടിയെ കുളിപ്പിച്ചിട്ട് ചാണകം കൊണ്ട് 12 സ്ഥാനങ്ങളിൽ ഭഗവാന്റെ 12 നാമങ്ങൾ കൊണ്ട് രക്ഷയെ ചെയ്തു. അപ്പൊ അത് 12 സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ലലാടേ കേശവം ധ്യായേ നാരായണമധോദരേ, അതായത് നെറ്റിസ്ഥാനത്ത് കേശവനെയും പിന്നെ ഉദരത്തിലാണെങ്കിലോ നാരായണനെയും, വക്ഷസ്ഥലെ മാറിടത്തിൽ മാധവൻ, ഗോവിന്ദം കണ്ഠകൂപരെ കണ്ഠത്തിൽ ഗോവിന്ദൻ, വിഷ്ണും ച ദക്ഷിണേ കക്ഷൗ ബാഹൗ ച മധുസൂദനം, ത്രിവിക്രമം കന്ധരേത്തു വാമനം വാമപാർശ്വകേ, ശ്രീധരം വാമബാഹൗ തു ഋഷികേശം തു കന്ധരേ,
പൃഷ്ടേശ പത്മനാഭം ച ഖട്യാം ദാമോദരം നസേ. അപ്പോൾ നെറ്റി, വയറ്, മാറിടം, തൊണ്ടക്കുഴി, പിന്നെ വലത്തെ അറ്റത്ത് വലതുവശത്ത്, പിന്നെ വലത്തെ കയ്യ്, കഴുത്തിൻ്റെ മുൻഭാഗം, ഇടത്തെ മാറിടത്തിൻ്റെ ഇടഭാഗം, ഇടത്തെ കയ്യ്, കഴുത്തിൻ്റെ പിൻഭാഗം, പൃഷ്ഠഭാഗം, അരക്കെട്ട്, ഇങ്ങനെ 12 സ്ഥാനങ്ങളിൽ ഭഗവാന്റെ 12 നാമങ്ങൾ പറഞ്ഞ് അവര് എന്ത് ചെയ്തു? ആ ഭഗവാനെ രക്ഷ ചെയ്തു. അവർക്കറിഞ്ഞൂടല്ലോ ഇതെല്ലാം ഈ ഭഗവാന്റെ നാമം തന്നെയാണ്, ഈ ഭഗവാൻ തന്നെയാണ് അവതരിച്ചിരിക്കുന്നത് എന്ന് ഗോപികൾക്കോ യശോദയ്ക്കോ നന്ദഗോപർക്കോ ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് തന്നെ ഭഗവാനെ അവർ രക്ഷ ചെയ്തു. അപ്പൊ ഇവിടെ ഈ 20 തൊട്ടുള്ളത് 20 മുതൽ 29 വരെയുള്ളത് കവച മന്ത്രം എന്നാണ് പറയുന്നത്. ഭൂത പ്രേത പിശാചാദികളുടെ ഉപദ്രവം കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ അമ്മമാർ ചൊല്ലേണ്ട മന്ത്രമാണ് 20 മുതൽ 29 വരെ. അത് സന്ധ്യാനേരത്ത് ചൊല്ലുന്നത് നല്ലതാണ്. ബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ചൊല്ലുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ആ കവച മന്ത്രങ്ങളാണ് ഈ പറയുന്നതെല്ലാം. ശ്ലോകം 20. ഗോമൂത്രേണ സ്നാപയിത്വാ പുനർഗോ രജസാർഭകം രക്ഷാം ചക്രുശ്ച സകൃതാ ദ്വാദശാംഗേഷു നാമഭിയേ. ശ്ലോകം 21. ഗോപ്യാ സംസ്പൃഷ്ട സലില അംഗേഷു കരയോ പൃഥക് നസ്യ ആത്മന്യത ബാലസ്യ ബീജന്യാസം അകുർവതാം. ഗോപ്യഃ സംസ്പൃഷ്ട സലില അംഗേഷു കരയോഃ പൃഥക് നസ്യ ആത്മനി അഥ ബാലസ്യ ബീജന്യാസം അകുർവത. അടുത്ത് ന്യാസമാണ് ചെയ്യുന്നത്. ആദ്യം 12 നാമങ്ങൾ കൊണ്ട് അംഗരക്ഷ ചെയ്തു. ഇനി എന്തെങ്കിലും ദോഷമുണ്ടോന്ന് പിന്നെ വിചാരിച്ച്, അപ്പൊ നേരത്തെ പെട്ടെന്നാണ് ചെയ്തത്, ശരീരശുദ്ധി വരുത്തും മുമ്പെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിധിപ്രകാരം ശരീരശുദ്ധിയൊക്കെ വരുത്തിയിട്ട് വീണ്ടും അവര് ന്യാസം ചെയ്യുകയാണ്. സംസ്പൃഷ്ട സലിലം, ജലം കൊണ്ട് ശുദ്ധി ചെയ്തവരായ ഗോപികൾ ആത്മനി, ആത്മാവിലും അംഗേഷു അവയവങ്ങളിലും കരയോഹോ കരങ്ങളിലും വെവ്വേറെ ബീജന്യാസത്തെ നസിച്ചിട്ട് അതാ പിന്നെ ബാലസ്യ കുട്ടിയുടെ അംഗങ്ങളിലും അകുർവത ചെയ്തു. ഇപ്പൊ 11 ബീജങ്ങൾ കൊണ്ട് നസിക്കുക വിരൽ കൊണ്ട് ഓരോരുത്തും തൊട്ട് മന്ത്രം പറയുക. അതായത് നമ എന്ന് വെച്ചാൽ പാദത്തിലെ പറയുന്ന മന്ത്രമാണ്. മം നമോ അത് മുട്ടില്. ഇങ്ങനെ ഓരോ ഭാഗത്തും കാല് തൊട്ട് തല വരെയുള്ള ഓരോ ഭാഗത്തും ഇവരെന്ത് ചെയ്തു? ന്യാസം ചെയ്തു. അപ്പൊ 11 ബീജാക്ഷരങ്ങളെടുത്ത് 11 സ്ഥാനങ്ങളിൽ, ഇവിടെയൊക്കെ പാദങ്ങളിൽ, മുട്ടില്, തുടയില്, അരക്കെട്ടില്, ഉദരത്തില്, ഹൃദയത്തില്, തോളില്, കണ്ഠത്തില്, കൈകളില്, മുഖത്തില്, മൂർധനി, ഇവയിലെല്ലാം ന്യാസം ചെയ്തു. ഓരോന്നിനും ഓരോ അക്ഷരമുണ്ട്. പാദത്തില് അമ്മാണ്, മുട്ടില് മം, തുടയില് യം, അരക്കെട്ടില് അം, ഉദരത്തില് ഹം, ഹൃദയത്തില് കേം, തോളില് ഈം, കണ്ഠത്തില് ഇം, ഭുജത്തില് വിം, മുഖത്തില് ഊം, മൂർധനയില് ഈം, നമോ, എല്ലാത്തിലും നമോവും കൂടെ ചേർത്ത് ഇങ്ങനെ അവർ ന്യാസം ചെയ്തു. എല്ലാം കുട്ടിയുടെ രക്ഷയ്ക്കാണ്. ശ്ലോകം 21. ഗോപ്യാ സംസ്പൃഷ്ട സലില അംഗേഷു കരയോ പൃഥക് നസ്യാത്മന്യത ബാലസ്യ ബീജന്യാസം അകുർവതാം. ശ്ലോകം 22. അവ്യാതജോംഘ്രിമണിമാംസ്തവ ജാന്വധോരോ യജ്ഞോച്യുത കടിതടം ജഠരം ഹയാസ്യ ഹൃത്കേശവസ്തതുദര ഈശ വിനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശരഃ കം.
അവ്യാത് അജഹ അംഘ്രി മണിമാൻ തവ ജാനു അഥ ഊരു യജ്ഞോ യജ്ഞഃ അച്യുതഃ കടിതടം ജഡരം ഹയാസ്യ ഹൃത് കേശവഃ ഉദര ഈശ ഇനഃ തു കണ്ഠ വിഷ്ണുർ ഭുജ മുഖം ഉരുക്രമ ഈശ്വരഃ കം. അപ്പൊ 11 നാമങ്ങളെയും നസിക്കേണ്ടതായ 11 സ്ഥാനങ്ങളെയും ചെയ്യേണ്ട പ്രാർത്ഥനാ രൂപത്തെയും കാണിക്കുന്ന കവച സ്തോത്രമാണ് ഇത്. ഇതിനെ കവച ശ്ലോകം എന്ന് പറയും. അപ്പൊ ഓരോ ഭാഗത്ത് ഓരോ ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞ് അവർ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഓരോ സ്ഥാനങ്ങളിൽ പ്രാർത്ഥനാ രൂപത്തിൽ പറയുകയാണ്. അജ അവ്യാത അജോ അംഘ്രി. അജൻ ജനനമില്ലാത്തവൻ എന്ത് ചെയ്യണം? നിന്റെ കാലടികളെ രക്ഷിക്കട്ടെ. അംഘ്രി കാലടികളെ രക്ഷിക്കട്ടെ. അംഘ്രിം. അടുത്ത് അണിമാൻ. ഇവിടെ അണിമാൻ എന്നാണ്. അംഘ്രിം അണിമാൻ. അംഘ്രിം അണിമാൻ എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അംഘ്രിം അണിമാൻ. ഇനി അണിമാൻ അതായത് അറിയപ്പെടാൻ കഴിയാത്ത മഹിമയോടുകൂടിയ അണിമാൻ നിന്റെ 2 ജാനു മുട്ടുകളെ ജാനുക്കളെ രക്ഷിക്കട്ടെ. ഇനി യജ്ഞഃ. യജ്ഞനോ നിന്റെ 2 തുടകളെ. ഊരു യജ്ഞോ. തുടകളെ യജ്ഞൻ രക്ഷിക്കട്ടെ. അച്യുതഃ കടിതടം. അച്യുതൻ കടിപ്രദേശത്തെ രക്ഷിക്കട്ടെ. ജഡരം ഹയാസ്യ. ഹയഗ്രീവൻ ജഡരത്തെ രക്ഷിക്കട്ടെ. ഹൃത് കേശവഃ. ഹൃദയത്തെ കേശവൻ രക്ഷിക്കട്ടെ. തത് ഉദര ഈശഃ. ഈശൻ ഉദരത്തെ രക്ഷിക്കട്ടെ. ഇനസ്തു കണ്ഠം. ഇനൻ സൂര്യമണ്ഡലത്തിരിക്കുന്ന നാരായണൻ കഴുത്തിനെ രക്ഷിക്കട്ടെ. വിഷ്ണുർ ഭുജം. വിഷ്ണു വ്യാപനശീലമുള്ളവൻ ഭുജത്തെ കൈകളെ രക്ഷിക്കട്ടെ. മുഖം ഉരുക്രമ. മുഖത്തെ ഉരുക്രമൻ അതായത് മഹത്തായ കാലടിയോടു കൂടിയ വാമനൻ രക്ഷിക്കട്ടെ. ഈശ്വരഃ കം. ഈശ്വരൻ കം ശിരസിനെയും അവ്യാത് രക്ഷിക്കട്ടെ. അപ്പൊ ആ ക്രിയ അവ്യാത് എന്നുള്ള ക്രിയ ആദ്യമാണ് കൊടുത്തിരിക്കുന്നത്. അവ്യാത്. അപ്പൊ ഓരോ ഭാഗം ഭഗവാന്റെ ഓരോ നാമങ്ങൾ പറഞ്ഞ് രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ എന്ന് അവർ പറയുകയാണ്. ശ്ലോകം 22 നോക്കാം. അവ്യാതജോഘ്രി അണിമാംസ്തവ ജാന്വധോരു യജ്ഞോച്യുത കടിതടം ജഠരം ഹയാസ്യ ഹൃത്കേശവസ്തുതര ഈശ ഇനസ്തു കണ്ഠം വിഷ്ണുർഭുജം മുഖമുരുക്രമ ഈശ്വരക്കം. അടുത്ത ശ്ലോകം 23. ശക്രയഗ്രത സഹഗതോ ഹരിരസ്തു പശ്ചാത് ത്വത്പാർശ്വയോർ ധനുരസി മധുഹാജനശ്ച കോണേഷു ശങ്ക ഉരുകായ ഉപരി ഉപേന്ദ്ര സ്ഥാർക്ഷിതൗ ഹലധര പുരുഷ സമന്താത്. ചക്രി അഗ്രതഃ സഹഗതഃ ഹരിഃ തു പശ്ചാത് ത്വത് പാർശ്വയോഃ തനുഃ അസി മധുഃ അജനഃ ച കോണേഷു ശംഖ ഉരുകായ ഉപരി ഉപേന്ദ്രഃ പാർശ്വഃ ക്ഷിതൗ ഹലധരഃ പുരുഷ സമന്താത്. ഇപ്പൊ ബാഹ്യ അവയവങ്ങളിൽ രക്ഷാബന്ധനങ്ങൾ ചെയ്ത ശേഷം ദിക്കുകളിൽ രക്ഷ പ്രാർത്ഥിക്കുകയാണ്. നീ സഞ്ചരിക്കുന്ന
ഓരോ ദിക്കിലും താഴെ പറയുന്ന നാമധേയത്തിലുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ചക്രി അഗ്രതക, നിന്റെ മുൻഭാഗത്ത് ചക്രത്തെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ചക്രി, ചക്രത്തെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് ഭഗവാന്റെ പേരെന്താണ്? ചക്രി. ചക്രി രക്ഷിക്കട്ടെ. സഹഗതോ ഹരിഹി തു പശ്ചാത്, നിന്റെ പിൻഭാഗത്തിൽ ഗദാധരനായ ഹരി രക്ഷിക്കട്ടെ. പാർശ്വയോർ ധനുരസി മധുഹ, നിന്റെ വലതുഭാഗത്ത് ധനുസിനെ ധരിച്ചുകൊണ്ടിരിക്കുന്ന മധുവിനെ ഹരിച്ച മധുഹന്താവ് രക്ഷിക്കട്ടെ. അജനസ്യ കോണേഷു, ഇടതുഭാഗത്ത് വാൾ ധരിച്ചിരിക്കുന്ന പുരുഷനായ അജനൻ. ഇനി കോണേഷു, മറ്റ് 4 കോണുകളിലാണെങ്കിൽ ഉരുഗായൻ മഹാകീർത്തിമാൻ രക്ഷിക്കട്ടെ. പിന്നെ ഉപരിഭാഗത്ത് ഉപേന്ദ്രൻ, ഉപരിഭാഗത്ത് ഉപേന്ദ്രൻ വാമനൻ ഇന്ദ്രാനുജൻ രക്ഷിക്കട്ടെ. താർഷ്യഹ ക്ഷിതൗ ഹലധരഹ, ഭൂമിയുടെ ഗരുഡാരൂഢനായ ഭഗവാൻ താർഷ്യൻ രക്ഷിക്കട്ടെ. ഭൂമിയുടെ കീഴ്ഭാഗത്ത് ഹലധരൻ രക്ഷിക്കട്ടെ. പുരുഷഹ സമന്ത, സഞ്ചരിക്കുന്ന എല്ലാ ഇടത്തും ചരാചരങ്ങളിൽ നിന്നും നിന്നെ സർവ അന്തര്യാമിയായ പുരുഷൻ, പുരിയിൽ വസിക്കുന്നവൻ പുരുഷൻ രക്ഷിക്കട്ടെ. എല്ലാ ഭാഗത്തും ആ സർവ അന്തര്യാമിയായിരിക്കുന്ന പുരുഷൻ നിന്നെ രക്ഷിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞ് ഓരോ സ്ഥാനങ്ങള്, ഓരോ ദിശകളില് അവിടെ എല്ലാം ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് രക്ഷ ചെയ്യുകയാണ്. അപ്പോൾ കവച മന്ത്രങ്ങളാണ് ഇതൊക്കെ. ശ്ലോകം 23. ചക്രഗ്രത സഹഗതോ ഹരിരസ്തു പശ്ചാത് ത്വത്പാർശ്വയോർധനുരസി മധുഭാജനസ്യ കോണേഷു ശങ്ക ഉരുഗായ ഉപര്യുപേന്ദ്ര താർഷ്യക്ഷിതൗ ഹലധര പുരുഷ സമന്താ. ശ്ലോകം 24. ഇന്ദ്രിയാണി ഋഷികേശ പ്രാണാൻ നാരായണോവതു ശ്വേതദ്വീപ പ്രതിഷ്ഠിതം മനോയോഗേശ്വരോവതു. ഇന്ദ്രിയാണി ഋഷികേശ പ്രാണാൻ നാരായണ അവതു ശ്വേതദ്വീപ പതി ചിത്തം, ശ്വേതദേവപതി ചിത്തം മനഃ യോഗേശ്വര അവതു. ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ ഋഷികേശക, ഇന്ദ്രിയത്തിന്റെ അധിപനാണ് ആയതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്നത് ഋഷികേശൻ എന്നാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളെ ഋഷികേശൻ, ഇന്ദ്രിയങ്ങളുടെ അധീശനായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. പ്രാണാൻ, പ്രാണങ്ങളെയോ നാരായണ, നാരായണൻ, ജലത്തിൽ ശയിക്കുന്ന ആ നാരായണൻ രക്ഷിക്കട്ടെ. അപ്പൊ കാരണ ജലത്തിൽ ശയിക്കുന്ന നാരായണൻ നിന്റെ പ്രാണന് ബലം നൽകി രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. ശ്വേതദ്വീപ പതിഹി ചിത്തം, ശ്വേതദ്വീപത്തിന്റെ നാഥന ആരെ രക്ഷിക്കും? മനസ്സിനെ രക്ഷിക്കുന്നു. ചിത്തത്തെ ശ്വേതദ്വീപിന്റെ പതിയായ ഭഗവാൻ രക്ഷിക്കട്ടെ. അപ്പൊ ശ്വേതം എന്ന് പറഞ്ഞ വെളുപ്പാണ്. അപ്പൊ സത്വഗുണത്തെയാണ് ശ്വേതദ്വീപായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനോഹ യോഗേശ്വരോ അവതു, മനസ്സിനെ യോഗേശ്വരനും രക്ഷിക്കട്ടെ. അപ്പൊ മനസ്സിനെ യോഗേശ്വരനായ ഭഗവാൻ രക്ഷിക്കട്ടെ. മനസ്സ് ചഞ്ചലമാണ്. അപ്പൊ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തണമെങ്കിൽ അതിന് യോഗം വേണം. അപ്പൊ അതിന് മനസ്സിന്റെ ചാഞ്ചല്യത്തെ അടക്കി, മനസ്സിന്റെ പ്രതീകം പ്രത്യജ്ഞനാണ്. ചതുർവ്യൂഹ, ഭഗവാന്റെ ചതുർവ്യൂഹങ്ങളിൽ മനസ്സ് പ്രത്യജ്ഞനാണ്.
അതില് ബുദ്ധി അനിരുദ്ധനും പിന്നെ സംഘർഷണൻ അഹങ്കാരത്തിന്റെ പ്രതീകമാണ്. ഇവിടെ പ്രത്യുമ്നനാണ് മനസ്സിന്റെ പ്രതീകമായിട്ട് വരുന്നത്. അപ്പൊ പ്രത്യുമ്നൻ മനചാഞ്ചല്യത്തെ അടക്കി രക്ഷിക്കട്ടെ. ഇന്ദ്രിയാണി ഋഷികേശ പ്രാണൻ നാരായണോപദോ ചേതദ്ദീപപതിശ്ചിത്തം മനോയോഗേശ്വരോപദോ. ശ്ലോകം 25. പ്രശ്നിഗർഭസ്തു തേ ബുദ്ധി ആത്മാനം ഭഗവാൻ പരഃ ക്രീഡന്തം പാതു ഗോവിന്ദ ശയാനം പാതു മാധവ. ഇനി അതുപോലെ തന്നെ വീണ്ടും പ്രശ്നിഗർഭസ്തു, ആദ്യം പദച്ഛേദം പദം. പ്രശ്നിഗർഭ തു തേ ബുദ്ധി ബുദ്ധിം ആത്മാനം ഭഗവാൻ പരഃ ക്രീഡന്തം പാതു ഗോവിന്ദ ശയാനം പാതു മാധവ. പ്രശ്നിഗർഭക തു, പ്രശ്നിഗർഭത്തിൽ അവതരിച്ച ഭഗവാനായ അനിരുദ്ധൻ നിന്റെ ബുദ്ധിയെ രക്ഷിക്കട്ടെ. ആത്മാനം ഭഗവാൻ പരഃ, പരഃ ഭഗവാൻ, പരനായ ഭഗവാനോ ആത്മാനം, ആത്മാവിനെ രക്ഷിക്കട്ടെ. അതായത് എല്ലാറ്റിനും സംഹരിക്കുന്ന സർവോത്കൃഷ്ടനായ ഭഗവാൻ സംഘർഷണൻ നിന്റെ ആത്മാവിനെ, അതായത് അഹങ്കാരത്തെ രക്ഷിക്കട്ടെ. ഇങ്ങനെ ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയുടെ അധീശ്വരന്മാരാണ് ഞാൻ പറഞ്ഞില്ലേ ചതുർവ്യൂഹം എന്ന്. അതിൽ ചിത്തം വാസുദേവൻ, മനസ്സ് പ്രത്യുമ്നൻ, ബുദ്ധി അനിരുദ്ധൻ, അഹങ്കാരം സംഘർഷണൻ. ഇങ്ങനെയുള്ള ഭഗവാൻ, ചതുർവ്യൂഹത്തിലുള്ള ഭഗവാൻ നിന്നെ രക്ഷിക്കട്ടെ. സംഘർഷണൻ അഹങ്കാരത്തെ രക്ഷിക്കട്ടെ, അനിരുദ്ധൻ ബുദ്ധിയെ രക്ഷിക്കട്ടെ. ക്രീഡന്തം പാതു ഗോവിന്ദ, കളിക്കുന്നവനായ നിന്നെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ. കളിച്ചു നടക്കുന്ന നിന്നെ, അതായത് പശുമധ്യത്തിൽ കളിച്ചു നടക്കുന്ന നിന്നെ ഗോവിന്ദൻ രക്ഷിക്കട്ടെ. ശയാനം, കിടക്കുന്നവനായ നിന്നെ മാധവ പാതു, മാധവൻ രക്ഷിക്കട്ടെ. കിടക്കുന്നവനായ നിന്നെ ലക്ഷ്മി വല്ലഭനായ മാധവൻ രക്ഷിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഓരോ ഭഗവാന്റെ നാമം പറഞ്ഞ് അവർ കുഞ്ഞിന് ഭഗവാനെന്നറിയാതെ ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട് തന്നെ രക്ഷ ചെയ്യുന്നു. ശ്ലോകം 25 പ്രശ്നിഗർഭസ്തു തേ ബുദ്ധിം ആത്മാനം ഭഗവാൻ പരാ ക്രീഡന്തം പാതു ഗോവിന്ദ ശയാനം പാതു മാധവ. ശ്ലോകം 26 വ്രജന്തം അവ്യാദ്വൈകുണ്ഠ ആസീനം ത്വാം ശ്രിയപ്പതി പുഞ്ചാനം യജ്ഞഭുക്പാതു സർവഗ്രഹ ഭയങ്കരഃ. വ്രജന്തം അവ്യാത് വൈകുണ്ഠ ആസീനം ത്വാം ശ്രിയഃ പതിഃ പുഞ്ചാനം യജ്ഞഭുക് പാതു സർവഗ്രഹ ഭയങ്കരഃ. വ്രജന്തം സഞ്ചരിക്കുന്ന, ത്വാം നിന്നെ, വൈകുണ്ഠനും ആസീനം ഒരിടത്തിരിക്കുന്ന നിന്നെ, ശ്രിയഃ പതി ലക്ഷ്മീകാന്തനും പുഞ്ചാനം ഭക്ഷണം കഴിക്കുന്ന നിന്നെ, സർവഗ്രഹ ഭയങ്കരഃ സർവഗ്രഹങ്ങൾക്കും ഭയത്തെ ജനിപ്പിക്കുന്ന യജ്ഞഭുക്കായ ഭഗവാനും രക്ഷിക്കട്ടെ. അപ്പോൾ ഓരോ ഭാഗം ഓരോ ഭഗവാന്റെ പേര് പറഞ്ഞ് രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. ശ്ലോകം 26 പ്രജന്തമവ്യാദ് വൈകുണ്ഠ ആസീനത്വം ശ്രിയപ്പതി പുഞ്ചാനം യജ്ഞഭുക്പാതു സർവഗ്രഹ ഭയങ്കരഃ. ശ്ലോകം 27, 28, 29. അതായത് ഭൂതപ്രേത പിശാചുക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവയുടെ പേരുകളാണ് ഈ 3 ശ്ലോകങ്ങളിലും പറയുന്നത്. ഏതൊക്കെ ഭൂതങ്ങളാണ്, പിശാചികളാണ് എന്നൊക്കെയുള്ളതാണ്, പ്രേതങ്ങൾ എന്നൊക്കെയുള്ള അവയുടെ പേരുകളാണ് പറയുന്നത്.
അതുകൊണ്ട് ഈ 3 ശ്ലോകത്തിലും ആ പേരുകളാണ്. 3 ശ്ലോകം കൂടെ ഒന്നിച്ച് നമുക്ക് നോക്കാം. 27 മുതൽ 25 വരെ. ഡാകിന്യോ യാതു ധാന്യശ്ച കൂഷ്മാണ്ഡായോ അർഭകഗ്രഹാഃ ഭൂതപ്രേത പിശാചാശ്ച യക്ഷ രക്ഷോ വിനായകാഃ കോടരാരേവതി ജ്യേഷ്ഠ പൂതനാ മാതൃകാദയഃ ഉന്മാദായേ ഹ്യപസ്മാര ദേഹപ്രാണേന്ദ്രിയദ്രുഹഃ സ്വപ്നദൃഷ്ടാ മഹോത്പാദ വൃദ്ധബാലഗ്രഹാശ്ച യേ സർവേ നശ്യന്തു തേ വിഷ്ണു നാമഗ്രഹണഭീരവഃ. പദച്ഛേദം. ഡാകിന്യഃ യാതു ധാന്യഃ ച കൂഷ്മാണ്ഡ യഃ അർഭ ഗ്രഹാഃ ഭൂത പ്രേത പിശാചാഃ ച യക്ഷ രക്ഷോ വിനായകാഃ കോടരാ രേവതി ജ്യേഷ്ഠ പൂതനാ മാതൃകാ ആദയഃ ഉന്മാദാ യേ ഹ്യപസ്മാര ദേഹ പ്രാണേന്ദ്രിയ ദ്രുഹഃ സ്വപ്നദൃഷ്ടാ മഹോത്പാദ വൃദ്ധ ബാലഗ്രഹാശ്ച യേ സർവേ നശ്യന്തു തേ വിഷ്ണോഃ നാമഗ്രഹണ ഭീരവഃ. അപ്പോ ദേഹങ്ങളെയും പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ദ്രോഹിക്കുന്ന ആരൊക്കെയാണ്? ഡാകിനികൾ. യാതു ധാന്യശ്ച യാതു ധാന്യങ്ങൾ. കൂഷ്മാണ്ഡ രുദ്രഗണത്തിൽ പെട്ട കൂഷ്മാണ്ഡ തുടങ്ങിയവർ. അർഭക ഗ്രഹങ്ങൾ അർഭകന്മാരുടെ സ്വരൂപത്തിൽ ഇരിക്കുന്നവർ. കോടര എന്ന് പറയുന്നതും ഒരു ഭൂതപ്രേതത്തിന്റെ പേരുകളാണ്. ഭൂതങ്ങൾ, പ്രേതങ്ങൾ. രേവതി, ജ്യേഷ്ഠ, പൂതന. ഇവിടെ പൂതന തുടങ്ങിയവരും ഇതുപോലെ രാക്ഷസികളാണല്ലോ. പൂതന തുടങ്ങിയ മാതൃകാദയ ഉന്മാദ ഹി അപസ്മാര. ഉന്മാദം ചിത്ത വിഭ്രമത്തെ ജനിപ്പിക്കുന്ന ദേവതകളാണ് ഉന്മാദങ്ങൾ. പിന്നെ അപസ്മാരങ്ങൾ. ദേഹ പ്രാണേന്ദ്രിയ ദ്രോഹ. ഇവയെല്ലാം ദേഹങ്ങളെയും പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ദ്രോഹിക്കുന്നവരാണ്. ഏതൊക്കെ? ഡാകിനികൾ, യാതുധാനികൾ, കൂഷ്മാണ്ഡം, ഭൂതം, പ്രേതം, പിശാചുക്കൾ, രക്ഷസുകൾ, വിനായകന്മാർ, കോടര, രേവതി, ജ്യേഷ്ഠ, പൂതന, മാതൃക്കൾ, പിന്നെ ഉന്മാദങ്ങൾ, അപസ്മാരങ്ങൾ, പിന്നെ സ്വപ്നദൃഷ്ട മഹോത്പാദ. സ്വപ്നത്തിൽ കാണപ്പെടുന്ന ദോഷലക്ഷണങ്ങൾ. വൃദ്ധ ബാലഗ്രഹാശ്ച. വൃദ്ധന്മാരെയും ബാലന്മാരെയും ഉപദ്രവിക്കുന്ന ഗ്രഹങ്ങൾ. സർവേ നശ്യന്തു തേ വിഷ്ണു. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ, കുട്ടികളെ ഉപദ്രവിക്കുന്ന ഗ്രഹങ്ങൾ, ഇങ്ങനെ ബഹുവിധത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ദുർദേവതകളെല്ലാം നശിക്കട്ടെ. വിഷ്ണു നാമഗ്രഹണ ഭീരവഃ. ഇവയ്ക്കെല്ലാം വിഷ്ണുവിന്റെ നാമങ്ങളുടെ ഗ്രഹണത്തിൽ ഭയപ്പെടുന്ന സ്വഭാവം ഉള്ളവരാണ്. അപ്പൊ വിഷ്ണുവിന്റെ നാമം എവിടെ ഉച്ചരിക്കുമോ അവിടെയൊന്നും ഈ ഭൂതങ്ങൾ, പിശാചാദികൾ ഒന്നും അടുക്കുകയില്ല. അപ്പൊ ഇവ വരുന്നത് എവിടെയാണ്? വിഷ്ണു നാമങ്ങളൊന്നും ഉച്ചരിക്കാത്ത വീടുകളിലെ ഇങ്ങനെയുള്ള വരുവുള്ളൂ. അപ്പൊ ദിവസവും സന്ധ്യയ്ക്ക് വിളക്കൊളുത്തി നാമം പറയുന്ന വീടുകളിലൊന്നും ഭൂതങ്ങളും പ്രേതങ്ങളും പിശാചുക്കളും ഒന്നും വരികയില്ല. അപ്പോ ബാലപീഡ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ദേഹരക്ഷ ചെയ്യാൻ, അല്ലെങ്കിൽ പിശാച് ഭൂതപ്രേതാദികളിൽ നിന്ന് രക്ഷ നേടാൻ ഈ മന്ത്രങ്ങൾ 20 മുതൽ 29 വരെയുള്ള മന്ത്രങ്ങൾ
നിത്യവും അമ്മമാർ സന്ധ്യാനേരത്ത് ജപിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഭൂതപ്രേതാദികളുടെ ശല്യമില്ലെങ്കിലും ഇത് ജപിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാസ മഹർഷി സർവർക്കും ഉപയോഗിക്കുന്ന വിധത്തിലാണ് ഈ ശ്ലോകങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദിവസവും സന്ധ്യ ആകുമ്പോൾ അമ്മമാർ ഇത് ജപിക്കേണ്ടതാണ്. അപ്പോൾ ഭൂതപ്രേത പിശാചാദികളുടെ ബാധയിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാനുള്ള മന്ത്രമാണിത്. ബാലചികിത്സയിലും ഇത് പറഞ്ഞു വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കണം. കുട്ടികളുള്ള വീട്ടിൽ അമ്മമാർ 20 മുതൽ 29 വരെയുള്ള ഈ ശ്ലോകങ്ങൾ എന്നും ജപിക്കുന്നത് നല്ലതാണ്. ഇനി ശ്ലോകം 27 മുതൽ 29 വരെ. ഡാകിന്യോ യാതു ധാന്യശ്ച കൂഷ്മാണ്ഡായോ അർഭകഗ്രഹാഃ ഭൂതപ്രേത പിശാചാശ്ച യക്ഷരക്ഷോ വിനായകാഃ കോടരാ രേവതി ജ്യേഷ്ഠ പൂതനാ മാതൃകാദയഃ ഉന്മാദാഹേ അപസ്മാര ദേഹപ്രാണേന്ദ്രിയദ്രുഹ സ്വപ്നദൃഷ്ട മഹോത്പാദ വൃദ്ധബാലഗ്രഹാശ്ചയേ സർവേ നശ്യന്തു തേ വിഷ്ണു നാമഗ്രഹണപീരവഃ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാക്കണം, നിത്യനായ സുപ്രകാശ രൂപനേവണം. കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോക്കണം, ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നില സദാ നമിച്ചിടുന്നു ഞാൻ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.